പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അമ്മ മാതാവെന്ന വലിയ സാന്നിധ്യത്തെ നൽകിക്കൊണ്ട് അമ്മയാകുന്ന രഹസ്യത്തെ ഞങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട വലിയ മാതൃകയും അമ്മയിൽ നിന്ന് സ്വീകരിക്കേണ്ട കൃപയും അങ്ങയുടെ തന്നെ സാന്നിധ്യവും ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ സ്വർഗീയമായ ദിവസങ്ങളെ ഓർത്ത്, ഈ പ്രാർത്ഥനയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മ മാതാവിന്റെ കൃപ നിറഞ്ഞ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ കൂട്ടായ്മയെയും, കാർമൽ ധ്യാന കേന്ദ്രത്തെയും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ മക്കളുടെ വേദനകള്, നൊമ്പരങ്ങള്, ദുഃഖഭാരങ്ങള്, കുടുംബത്തെ ഓർത്തുള്ള, മക്കളെ ഓർത്തുള്ള എല്ലാ നൊമ്പരങ്ങള്, നെടുവീർപ്പുകള്, കണ്ണുനീര് എല്ലാം കർത്താവെ അവിടുന്ന് ഏറ്റെടുക്കണമേ. അമ്മ മാതാവിന്റെ വ്യാകുലങ്ങളോട് ചേർത്ത് കർത്താവെ ഞങ്ങളുടെ കുരിശിലേക്ക് ചേർത്ത് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ നിയോഗങ്ങളോടുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേദനകള്, സങ്കടങ്ങള്, കണ്ണുനീര്, മുറിവുകള്, നെടുവീർപ്പുകള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മക്കളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട കൃപാദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അതിനെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഈശോ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മാതാവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഇന്ന് അമ്മയിൽ നിന്ന് പഠിക്കുന്ന വലിയൊരു കാര്യം കുരിശിന്റെ വഴിയിലെ അമ്മയുടെ സാന്നിധ്യമാണ്. നമ്മൾ കണ്ടു, പരിശുദ്ധ ജീവിതകാലത്തില് ഈശോയുടെ കൂടെ അമ്മയെ അധികം നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈശോ എല്ലാവരും ഒറ്റപ്പെടുത്തപ്പെട്ടു. ആരും ഈശോയുടെ കൂടെയില്ല. ശലീകന്മാരില്ല, കർത്താവിന് അത്ഭുതങ്ങൾ പറ്റിയവരില്ല, കർത്താവിന്റെ പിന്നാലെ അനുഗമിച്ചവരാരും തന്നെ ഈശോയുടെ കൂടെയില്ല. ഒറ്റയ്ക്കാക്കപ്പെട്ട് കുരിശ് ചുമന്നുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് പടയാളികളുടെ മധ്യേ പരിഹാസ്യനായിട്ട്, അപമാനിക്കപ്പെട്ടവനായിട്ട്, ഏറ്റവും ശപിക്കപ്പെട്ട കുരിശ് വഹിച്ചുകൊണ്ട് പിന്നാലെ പോകുമ്പോ ഈ അമ്മ ഓടി അലച്ചു വരും. 4-ാം സ്ഥലം കുരിശിന്റെ ഓടി വരും. ഇന്ന് നമ്മുടെ മക്കളുടെ ഒക്കെ അവസ്ഥയാണ്. നല്ല സമയത്ത് പലതിനെ പിന്നാലെ പോയി കൂട്ടുകാർ, ഒത്തിരിയേറെ കാര്യങ്ങൾ. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ മക്കള് തകർന്ന് തരിപ്പണമായിട്ട് വലിയ കുരിശ് ചുമന്നുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സമയം നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ ഉണ്ടാകണം. കണ്ണീരോടെ നമ്മൾ കാണുന്നുണ്ട്. അമ്മ ഈശോയെ ഈ ഒരു അവസ്ഥയിൽ കാണുമ്പോ അമ്മ ഒന്നും പറയണില്ല, ചോദിക്കണില്ല. നമ്മൾ കുരിശിന് വഴി വായിക്കുന്നുണ്ട്. വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, കരഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ. അമ്മയും മകനും നോക്കി, ഒന്നും മിണ്ടുന്നില്ല. അത് മതി. അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ നോട്ടം, ആ ഹൃദയത്തിന്റെ വ്യാകുലം, ആ ഒരു സാന്നിധ്യം, അത് കർത്താവിനെ ബലപ്പെടുത്തി. അത് പറഞ്ഞ പോലെ നമ്മുടെ മക്കളുടെ ജീവിതയാത്രയില് അവിടെ വേദനകള്, സഹനങ്ങള്, ഒറ്റപ്പെടുത്തപ്പെടും, തിരസ്കരിക്കപ്പെടും, തോൽപ്പിക്കപ്പെടും. ആ സമയത്തൊക്കെ സാന്ത്വനമായി, കുറ്റപ്പെടുത്താതെ, ആ സമയത്ത് മക്കളോടൊന്നും ചോദിക്കുക പോലും ചെയ്യാതെ മക്കളുടെ കൂടെ ഇരുന്ന് മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇന്ന് പല മാതാപിതാക്കളും മക്കൾക്ക് ഓരോന്ന് സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വീഴ്ചയുണ്ടാകുമ്പോ മക്കളെ പഴിക്കുന്നവര്, മക്കളെ ഒത്തിരി എണ്ണിപ്പറക്കുന്നവര്, നമുക്ക് വേദന കൊണ്ടാണ്. പക്ഷെ ആ സമയത്ത് നമ്മുടെ മക്കളുടെ കൂടെ വെറുതിരിക്കുക, ഇന്ന് തലോടുക, കർത്താവിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുക. അമ്മയുണ്ട് കൂടെ, അമ്മയുണ്ട് കൂടെ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കുരിശിന്റെ വഴിയിൽ ഈശോയെ ഒത്തിരി ശക്തിപ്പെടുത്തിയ
സാന്നിധ്യമായിരുന്നു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. പിന്നീട് അങ്ങോട്ട് ആ കുരിശിന്റെ പിന്നാലെ അമ്മയുണ്ട്. 4-ാം സ്ഥലം മുതൽ കാൽവരി വരെ എല്ലാ സ്ഥലത്തും സഹനത്തില്, വേദനയില്, ഒറ്റപ്പെടുത്തപ്പെടലില്, കുരിശ് തറയ്ക്കുമ്പോഴൊക്കെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഇതുപോലെ നമ്മുടെ മക്കളുടെ കൂടെ അവിടെ വേദനയില്, അവിടെ ആകുലതയില്, അവിടെ നൊമ്പരത്തില്, അവിടെ ഒറ്റപ്പെടുത്തലില്, അവിടെ എല്ലാ അവസ്ഥയിലും നമ്മൾ കൂടെ ഇരിക്കണം, കൂടെ നടക്കണം. ശാന്തതയോടെ, പ്രാർത്ഥനയോടെ, കരുത്തോടെ, നിരാശപ്പെടാതെ. ഇവിടെയൊക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ ഒരു തലത്തിൽ ഇന്ന് പലപ്പോഴും അമ്മയെ പോലെയൊന്നല്ല നമ്മുടെ അവസ്ഥ. നമ്മുടെ മക്കള് ദൈവത്തെ വിട്ട് അങ്ങനെ പോയി നശിച്ചു പോയതിന്റെ അവസ്ഥയിൽ ഇന്ന് ഡിപ്രഷനെപ്പെട്ട് എല്ലാം നഷ്ടപ്പെടുത്തി വിശുദ്ധിയും ചൈതന്യമൊക്കെ നഷ്ടപ്പെട്ട മക്കൾ നമ്മുടെ. അതുകൊണ്ട് തന്നെ ഈ വ്യാകുല മാതാവിന്റെ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അമ്മയുടെ ആ വലിയ കൃപ. നമ്മുടെ മക്കൾ പലപ്പോഴും ഇങ്ങനെയൊക്കെ ആയി പോകാനുള്ള കാരണം തെറ്റ് ചെയ്ത് ദൈവത്തെ വിട്ടുപോയ ഒരു പരിധി വരെ. അല്ലാത്ത മക്കളുണ്ട്, നന്നായിട്ട് പഠിച്ചു, വിശുദ്ധ ജീവിച്ചു, ഒന്നും കിട്ടിയില്ല, ജോലി കിട്ടിയില്ല, അങ്ങനെ വേദനിക്കുന്ന മക്കളുണ്ട്. ഈ അവസ്ഥയിലും കർത്താവിനൊരു പദ്ധതിയുണ്ട്, ഒരു കുരിശുമാനത്തിലൂടെ നേടിയെടുക്കുന്ന രക്ഷയുണ്ട്. അതിനുവേണ്ടി അമ്മ മാതാവിന്റെ കൃപ നിറഞ്ഞ സാന്നിധ്യം പോലെ അപ്പനും അമ്മയും നമ്മുടെ മക്കളുടെ കൂടെ ആയിരിക്കും. ഇന്ന് പലപ്പോഴും മക്കളെ പഴിച്ച് ശപിച്ച് വെറുത്ത് ഉപേക്ഷിക്കുന്ന ഒത്തിരി അപ്പന്മാരുടെ അമ്മമാരുടെയും കഥകൾ. അമ്മമാരെ പിന്നെ ഇല്ല, അപ്പന്മാരെ പ്രത്യേകിച്ച് ചിലപ്പോഴൊക്കെ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളുടെ കൂടെ, മക്കൾക്ക് വേണ്ടി താങ്ങായി, തണലയായി, പ്രാർത്ഥനയായി, കൃപയായി, ശക്തിയായി, സാന്നിധ്യമായി നമുക്ക് മാറാൻ സാധിക്കണം. ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് അവരുടെ കുരിശിന്റെ വഴിയിലും അവിടെ പിന്നാലെ നടക്കുന്ന, അവരെ പ്രാർത്ഥനയോടെ ശക്തിപ്പെടുത്തുന്ന, അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു നോട്ടമായി, സാന്നിധ്യമായി നമുക്കും നമ്മുടെ കുടുംബത്തിനും പരസ്പരം മാറാൻ ഇടയാകട്ടെ. മാതാപിതാക്കൾ എപ്പോഴും മക്കൾക്ക് സഹയാത്രികരായി മാറട്ടെ. അതിനുവേണ്ടി പ്രത്യേകിച്ചും സഹനം നിറഞ്ഞ, വേദന നിറഞ്ഞ ആ യാത്രയിൽ വേറെ ആരും കൂടെ ഉണ്ടാവില്ല. മക്കളെ കൂടെ കൂട്ടുകാരുണ്ടാവില്ല, നാട്ടുകാരുണ്ടാവില്ല, ആരുണ്ടാവില്ല. ആ സമയത്ത് ഞാനുണ്ട് കൂടെ, മോനെ മോളെ ഞാനുണ്ട് കൂടെ. അപ്പനും അമ്മയും ഇതുപോലെ മക്കളെ ചേർത്ത് പിടിക്കണം. ഒരഭിഷേകം നമ്മുടെ കുടുംബത്തിൽ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാന സന്നിധിയിൽ അമ്മയിൽ നിന്ന് പഠിച്ച പാഠങ്ങൾക്ക് വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ചെന്നമ്മയെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഈ ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്യേണ്ട വലിയൊരു ഉത്തരവാദിത്വത്തെ കുറിച്ച് അമ്മ മാതാവിന്റെ വലിയ മാതൃകയിലൂടെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ. അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ മക്കളുടെ കൂടെ, പ്രത്യേകിച്ച് അവരുടെ വേദനയില്, പരാജയത്തില്, ഒറ്റപ്പെടുത്തലില്, കുരിശ് ചുമന്നുകൊണ്ടൊക്കെ മുന്നോട്ട് പോകുമ്പോ ആ മക്കളുടെ കൂടെ കർത്താവേ സാന്നിധ്യമായി, പ്രാർത്ഥനയായി, ശക്തിയായി, സഹായമായി, ആശ്വാസമായിട്ട് ഞങ്ങൾ ഉണ്ടാകണം. കർത്താവെ, ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളില്, വഹിച്ചുകൊണ്ടിരിക്കുന്ന കുരിശുകളില്, ഏകാന്തതയില്, ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥയില്, നിസ്സഹായതയില്, എല്ലാവരും ഉപേക്ഷിച്ചു, കൂട്ടുകാരില്ല, സഹായിക്കാൻ ആരുമില്ല. അവസ്ഥയിലൊക്കെ കർത്താവേ അങ്ങയുടെ വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മക്കളിലേക്ക് ചൊരിയണമേ എന്ന് അമ്മ മാതാവിന്റെ വ്യാകുലത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ മക്കളുടെ കൂടെ ആയിരിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സാന്നിധ്യം കൊണ്ട് അവരെ ബലപ്പെടുത്താൻ കൂടെയുണ്ടെന്നുള്ള ആ വലിയൊരു അനുഭവം ഞങ്ങളുടെ മക്കൾക്ക് ഏതവസ്ഥയിലും കൊടുക്കാൻ ഇടയാകത്തക്ക വിധം മക്കളെ സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ, അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കാൻ, അവിടെ കൂടെയായിരിക്കാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇന്ന് പല മാതാപിതാക്കൾക്കും മക്കളുടെ കൂടെ ഇരിക്കാൻ സമയമില്ല, അവരുടെ വേദനയെ പങ്കുചേരാൻ സമയമില്ല, അവരുടെ കൂടെ സംസാരിക്കാൻ സമയമില്ല. അത് വലിയ മേഖലയാ. മക്കൾക്ക് മാതാപിതാക്കളെ കിട്ടണം, മക്കളുടെ കൂടെ മാതാപിതാക്കൾ ഉണ്ടാകണം. അതാണ് വേണ്ടത് മക്കൾക്ക്. ഈശോയെ, മാതാവിന്റെ സാന്നിധ്യം അങ്ങേക്കുണ്ടായി കുരിശിന്റെ വഴിയിൽ. അതുപോലെ ഞങ്ങളുടെ മക്കളുടെ കൂടെ അവരുടെ വേദനയില്, സഹനത്തില്, ചില പാപ വഴികളില്, സഹന വഴികളില്, കുരിശിന്റെ വഴികളില്, ഏകാന്തതയില്, ഒറ്റപ്പെടുത്തപ്പെട്ട യാത്രകളില് ഞങ്ങളുടെ മക്കളുടെ കൂടെ ആയിരിക്കാൻ, അവരെ കേൾക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ, അവരെ സഹായിക്കാൻ,
ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഇടയാകട്ടെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ മക്കള് എപ്പോഴും മനസ്സിലാക്കണം, അവരെ സഹായിക്കാൻ ഞങ്ങളെ ഉണ്ടാകൂ എന്നുള്ള ഒരു അനുഭവം ഞങ്ങളുടെ മക്കൾക്ക് അനുഭവിക്കത്തക്ക വിധം ചില പ്രശ്നങ്ങളില്, ചില പരാജയങ്ങളിലൊക്കെ ഉറച്ച സാന്നിധ്യമായിട്ട് അവിടെ കൂടെ നിൽക്കാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ. വൈദികരെ അനുഗ്രഹിക്കണമേ. ആത്മാക്കൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന തകർന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി അവിടെ കൂടെ നിൽക്കാൻ കർത്താവെ എന്നെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. പങ്കെടുക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. മക്കൾക്ക് കരുത്തായി, ആത്മാക്കൾക്ക് രക്ഷയായി, അവരുടെ ആത്മരക്ഷയ്ക്കായി ഞങ്ങൾ മാറട്ടെ, ഞങ്ങൾ തീരട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകൾക്കും വേണ്ടി ദിവ്യകാന സന്നദ്ധിയിൽ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വലിയ കൃപ അഭിഷേകം നിറയപ്പെടാനായിട്ട് കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, ഇന്നത്തെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കൃപാവരങ്ങൾ ചൊരിഞ്ഞ് ആത്മാവിനാൽ ശക്തിപ്പെടുത്തി ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെ ഓരോരുത്തരെയും, എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളെ ഉയർത്തി അഭിഷേകം സ്വീകരിച്ച് നന്ദിയോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ, ഞങ്ങളുടെ മക്കളുടെ കുരിശിന്റെ യാത്രയിൽ, ഏകാന്തതയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്കായിരിക്കാൻ സാധിക്കാതെ പോയ ഓരോ നിമിഷങ്ങളിലേക്കും കർത്താവ് ഇന്ന് കടന്നു ചെന്ന് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, സഹായിക്കണം. ഞങ്ങളെയും അതിനായിട്ട് ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ഈശോയെ,